ഹായ് ഗായ്സ്, ഞാനിവിടെ മത്തിക്കറി വെക്കുവാണ്. അതിന് വേണ്ടി കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില. ഇവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. കടുക് ഇട്ടു, ഇച്ചിരി ഉലുവ ഇട്ടു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് വഴറ്റുവാണ്. അത് കഴിഞ്ഞ് ചുവന്നുള്ളി നമുക്ക് വഴറ്റാം. ഇനി ഞാൻ അതിനകത്തോട്ട് ചുവന്നുള്ളി ഇട്ടേ അത് നമുക്കൊന്ന് വഴറ്റാമേ. ഞാനിവിടെ ഒരു 4 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതും ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഞാൻ മിക്സാക്കി വെച്ചിരിക്കുകയാണ്. മുളക് പൊടി ഞാൻ ആ എണ്ണയ്ക്കകത്തോട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റുവാണ്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂക്കണേ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് നമുക്ക് മൂപ്പിക്കണേ. ഞാനിനി അതിനകത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പുളിയും അതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് മീൻ അതിനകത്തോട്ട് ഇടാമേ. ഇവിടെ മുളക് ചാറ് നല്ലപോലെ തിളച്ചേ. ഇനി ഞാൻ അതിനകത്ത് മീൻ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഞാനൊന്ന് വേവിക്കുവാണ്. നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് മീൻ വേവിക്കണം. അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇച്ചിരിയും വെളിച്ചെണ്ണ 1 സ്പൂണ് ചേർക്കുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ തിളപ്പിക്കാൻ പാടില്ല. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യുവാണ് ഗ്യാസ്. അങ്ങനെ നമ്മൾ മത്തിക്കറിയും ചക്ക വേവിച്ചതും നമ്മൾ കഴിക്കാൻ പോവുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫാക്കി. മൺചട്ടി ആയതുകൊണ്ടാണ് ആ ചൂടിന് തിളച്ചുകൊണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.